സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ 9ാമത്തെ പരീക്ഷണവും പരാജയപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. പേലോഡിന്റെ വാതിൽ തുറക്കാത്തതിനാൽ ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായില്ല. വിശദാംശങ്ങളുമായി സന്ധ്യപ്രഭ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. സന്ധ്യ, എന്ത് സാങ്കേതിക പ്രശ്നമാണിപ്പോൾ സ്പേസ് എക്സ് ഇക്കാര്യത്തിൽ പറയുന്നത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സിനെ, എലൻ മസ്കിന്റെ സ്പേസ് എക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ അഭിമാനകരമായ ഒരു ദൗത്യമായിരുന്നു ഇത്, ഈ 9ാമത്തെ വിക്ഷേപണം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 7-8 വിക്ഷേപണങ്ങൾ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായിരുന്നു. പക്ഷേ ഈ 9ാമത്തെ വിക്ഷേപണവും പരാജയപ്പെടുകയായിരുന്നു. പേലോഡിന്റെ വാതിലുകൾ തുറക്കാത്തത് കാരണം ഈ ഉപഗ്രഹങ്ങൾ, ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ സാധിക്കാത്തതാണ് ഈ പരാജയത്തിന് കാരണമായത്. നമുക്കറിയാം, നേരത്തെ ഈ ഒരു 7-8 വിക്ഷേപണങ്ങൾ അത് പരാജയപ്പെടുന്നതിനോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം ഈ സ്റ്റാർഷിപ്പ് അഗ്നിഗോളമായി മാറുകയും അത് ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയോടെയാണ് ഈ 9ാമത്തെ വിക്ഷേപണം നടത്തിയത്. ഇന്ത്യൻ സമയം 5 മണിക്കായിരുന്നു സൗത്ത് ടെക്സാസിലെ സ്റ്റാർ ബേസിൽ നിന്നായിരുന്നു ഈ ഒരു വിക്ഷേപണം നടന്നത്. വിക്ഷേപണമൊക്കെ സുഗമമായിരുന്നു. പക്ഷേ ഈ ലാൻഡിങ്ങിൻ്റെ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. കഴിഞ്ഞ വിക്ഷേപണങ്ങൾ 7ാമത്തെ വിക്ഷേപണം ജനുവരിയിലും 8ാമത്തെ വിക്ഷേപണം മാർച്ചിലുമാണ് നടന്നത്. ഈ സ്റ്റാർഷിപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റാർഷിപ്പ് ഒരു അഗ്നിഗോളമായി മാറിയപ്പോൾ അത് സമീപത്തുള്ള 4ഓളം വിമാനത്താവളങ്ങളെ ബാധിക്കുകയും 240ഓളം വിമാന സർവീസുകളെയും ഒക്കെ ബാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഏറെ ജാഗ്രതയോടെയാണ് ഈ 9ാമത്തെ പരീക്ഷണ വിക്ഷേപണം നടത്താൻ അനുമതിയൊക്കെ നൽകിയത്. അതോടൊപ്പം തന്നെ ഈ സ്പേസ് എക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ നിർണായകമായ ഒരു ദൗത്യവുമായിരുന്നു. പക്ഷേ ഈ ഒരു വിക്ഷേപണവും പരാജയപ്പെടുകയായിരുന്നു. ഈ ഒരു റോക്കറ്റിനെ കുറിച്ച് പറയുകയായിരുന്നെങ്കിൽ, ഈ ഒരു മെഗാ റോക്കറ്റ് എന്ന് പറയുന്നത് 123 മീറ്റർ നീളമുള്ള മെഗാ റോക്കറ്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഗൃഹാന്തര യാത്രകളൊക്കെ ആയിരുന്നു. എന്തായാലും ഈ ഒരു പരാജയം അതൊരു തിരിച്ചടിയല്ല എന്നതാണ് സ്റ്റാർഷിപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എവിടെയോ ഇത് പതിച്ചിട്ടുണ്ട്, പക്ഷേ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്ധന ചോർച്ചയാണ് ഈ ഒരു പരാജയത്തിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു തിരിച്ചടിയല്ല എന്നും സ്പേസ് എക്സ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വിക്ഷേപണം അത് സുഗമമായിരുന്നു. പക്ഷേ ലാൻഡിങ്ങിന്റെ സമയത്താണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത് എന്ന വിവരങ്ങളുമാണ് ലഭിക്കുന്നത്. മോദി.